അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു അത്ഭുതകരമായ ഒരു സൂറത്തിന്റെ മഹത്വത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക. ഒരു മനുഷ്യൻ ഈ സൂറത്ത് പതിവാക്കിയാൽ അവൻ സമ്പന്നനായിട്ടല്ലാതെ മരിക്കില്ല. കടം അവനെ ബുദ്ധിമുട്ടിക്കില്ല. സാമ്പത്തികമായും ശാരീരികമായും അവനെ അള്ളാഹു സമ്പന്നനാക്കുമെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞ അത്ഭുതത്തിന്റെ സൂറത്ത്. ഒരുപാട് പ്രവാചകന്മാരുടെ ജീവിത ചരിത്രം ആ ഒരൊറ്റ സൂറത്തിലൂടെ അള്ളാഹു വിശദീകരിക്കുന്ന അത്ഭുതകരമായ ഒരു സൂറത്തിന്റെ മഹത്വമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുക, പഠിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, അല്ലാഹു നമ്മുടെ ഇരുത്തവും പറയലും കേൾക്കലുമെല്ലാം ഒരു സൽപ്രവർത്തനമാക്കി കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയത്തിലൂടെയാണ് അൽഹംദുലില്ലാ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയും സപ്പോർട്ട് ചെയ്തവർ, ദുആ ചെയ്തവർ, നമുക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു തന്നവർ, ഇതിന് മറ്റുള്ളവരിലേക്ക് എത്തിച്ചവർ, എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പഠിക്കുക അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തിനെ പറ്റിയാണ്. ഖുർആൻ അത് നമ്മുടെ വഴികാട്ടിയാകണം. നാളെ അല്ലാഹുവിന്റെ അജഞ്ചലമായ വിധി വന്ന് ഖാബുദുൽ നമ്മുടെ റൂഹിനെ പിടിച്ച് നമ്മളെ കൊണ്ടുവന്ന ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ മലക്ക് നമ്മളോട് ചോദിക്കും, നിന്റെ ഇമാം ആരാണ്? നമ്മുടെ പള്ളിയിലെ ഖത്തീബിന്റെയോ നമ്മുടെ മഹല്ലിന്റെ ഉസ്താദിന്റെ പേര് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റൂല. അവിടെ നമ്മൾ പറയണം, വൽ ഖുർആനു ഇമാമി, എന്റെ ഇമാം ഖുർആനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വഴികാട്ടി, നമ്മുടെ പിടിവള്ളി, നമ്മുടെ നിയന്ത്രണം, നമ്മുടെ റിമോട്ട് എല്ലാം അത് ഖുർആനായി മാറണം എന്നതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പലപ്പോഴും ഖുർആൻ മരണ വീടുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നവരാകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ആണ്ട് ദിനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നവരായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുടെ ആണ്ട് ദിനത്തിൽ പള്ളിയിൽ ഓതുമ്പോൾ കൂടെ ഓതുന്നവരായി, നമസ്കാരത്തിൽ മാത്രം ഖുർആൻ ഓതുന്നവരായി നമ്മൾ മാറിയിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി റമളാനിൽ മാത്രം ചേർത്ത് പിടിക്കുകയും റമളാൻ കഴിഞ്ഞാൽ ദൂരേക്ക് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സീസണായി ഖുർആൻ നമ്മൾ മാറിപ്പോയി. നബി തങ്ങൾ പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആൻ പതിവാക്കുന്നവർക്ക് ഷഫീഅൻ ലി അസ്ഹാബിഹി, അത് ഓതുന്നവന് ശുപാർശയായി കടന്നു വരുമെന്നാണ്. നാളെ പടച്ചവന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ മഹ്ശറാവൻ സഭയിൽ ഉഫാത്തൻ ഖുറാത്തൻ ഉല്ല, വസ്ത്രം ധരിക്കാത്തവരായി, ചെരുപ്പ് ധരിക്കാത്തവരായി റബ്ബിന്റെ കോടതികൾ കൊണ്ടുവന്ന് നിർത്തപ്പെടുമ്പോൾ അല്ലാഹു ചില ആളുകളെ നരകത്തിലേക്ക് മാറ്റി നിർത്തപ്പെടും. അദാബിന്റെ മലക്കുകൾ അവരിലേക്ക് പറഞ്ഞയക്കപ്പെടും. അങ്ങനെ അദാബിന്റെ മലക്കുകൾ വരുമ്പോൾ അവർക്കിടയിൽ ഒരു മറവ് നമിക്കുമെന്നാണ്. വനാദാ മുനാദ് മിൻ ഖബിലിർ റഹ്മ, അല്ലാഹുവിന്റെ ഭാഗത്ത് വിളിച്ചു ചോദിക്കും, നീ ആരാണ്? ആ സമയത്ത് ആ മറ പറയും, അന ഖുർആൻ, ഞാൻ ഖുർആനാണ്. പടച്ചവനെ, എന്നെ ഇവൾ പതിവാക്കിയവനാണ്. ഈ സഹോദരി എന്നെ പതിവാക്കിയിരുന്നു, ഈ സഹോദരൻ എന്നെ പതിവാക്കിയിരുന്നു. പടച്ചോനെ, ഈ മനുഷ്യന് സ്വർഗമല്ലാത്തതൊന്നും നീ കൊടുക്കരുത്, ഇവന് വേണ്ടി ഞാൻ ആ ശുപാർശ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അല്ലാഹു അദാബിന്റെ മലക്കുകളെ വിദൂരത്തേക്ക് ആട്ടിയോടിക്കപ്പെടുമെന്ന് ആദരമായ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഖുർആൻ നമുക്ക് മറയാണ്, ഖുർആൻ നമുക്ക് നരകമോചനമാണ്, ഖുർആൻ നമുക്ക് സ്വർഗപ്രവേശനമാണ്, ഖുർആൻ നമുക്ക് താങ്ങാണ്, തണലാണ്. അതാണ് അള്ളാഹിന്റെ റസൂലിന്റെ സ്വഭാവത്തെ പറ്റി ആയിഷ ബിബി പറഞ്ഞത്, എന്റെ ഭർത്താവാകുന്ന മുത്തുനബി തങ്ങളുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു എന്ന് പറയാൻ കാരണം ഖുർആനാണ് നമ്മുടെ വഴികാട്ടി. ആ പരിശുദ്ധമായ ഖുർആനിലെ ഓരോ സൂറത്തുകൾക്കും ഓരോ ആയത്തുകൾക്കും ഓരോ ചില രംഗങ്ങൾക്കും സംഭവങ്ങൾക്കൊക്കെ വലിയ മഹത്വമുണ്ട്. അൽഹംദുലില്ലാഹ്, വരും ദിവസങ്ങളിൽ ഓരോ സൂറത്തുകളും ആയത്തുകളും നമുക്ക് ചർച്ച ചെയ്ത് പഠിക്കാനുണ്ട്. അള്ളാഹു പഠിക്കാനും പകർത്താനും ഭാഗ്യം തരട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക കേവലം 98 ആയത്തുകളുള്ള ഒരു സൂറത്ത് ഖുർആനിൽ. നമുക്കറിയാം സൂറത്തുൽ കഹഫ്. കഹഫ് അല്ലേ പറഞ്ഞു വരുന്നത്. കഹഫ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഓതും. ഈ കഹഫ് കഴിഞ്ഞാൽ ആ കഹഫ് സൂറത്ത് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ അടുത്ത സൂറത്ത് തുടങ്ങുന്നത് ഈ പറഞ്ഞ 98 ആയത്തുള്ള ഒരു സൂറത്താണ്. ഒരു മഹദിയുടെ പേരാണ് ആ സൂറത്തിന് അല്ലാഹു കൊടുത്തിരിക്കുന്നത്. ആരാണ്? ഒരു മഹദിയുടെ പേര് പറഞ്ഞു തുടങ്ങുന്ന ഒരു സൂറത്തിന്റെ പേര് അറിയാവുന്നൊരു കമന്റ് ചെയ്തേ. ഒരു മഹദിയുടെ പേരാണ്. ആരാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ നാളെ സ്വർഗത്തിൽ വിവാഹം കഴിക്കുന്ന നബി തങ്ങൾക്ക് തൃക്കല്യാണം ഉണ്ട്. ആ തൃക്കല്യാണത്തിൽ കൂടെ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുമാറാകട്ടെ. ആ തൃക്കല്യാണത്തിന്റെ നബി തങ്ങളുടെ മണവാട്ടിയായി വരുന്ന മഹദിയായ ഈസാ നബിയുടെ ഉമ്മയായ മഹദിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയാണ് ആ സൂറത്തിലെ പേര്. അല്ലേ? പലരും കമന്റ് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ മറിയം ബീവിയുടെ പേര് പറയുന്ന പരിശുദ്ധമായ ഖുർആൻ 962 വാചകങ്ങളാണ് ഈ 98 ആയത്തിലായിട്ട് അല്ലാഹു കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഞാൻ സന്ദർഭോചിതമായി പറഞ്ഞു എന്ന് മാത്രം. 98
ആയത്തുകളുള്ള സൂറത്തുൽ മറിയം. ഈ മറിയം എന്ന് പറയുന്ന സൂറത്തിൽ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം, മഹാനായ അള്ളാഹുവിന്റെ പ്രവാചകനാകുന്ന സക്കരിയ നബിയുടെ ജീവിത ചരിത്രത്തിലാണ് തുടങ്ങുക. സക്കരിയ നബിയുടെ ചരിത്രം പറയുന്നുണ്ട്, അതുപോലെ ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയുന്നുണ്ട്, മറിയം ബിയുടെ ചരിത്രം പറയുന്നുണ്ട്, ഇദ്രീസ് നബിയുടെ ജീവിത ചരിത്രം പറയുന്നുണ്ട്. 98 ആയത്തുകളിലായിട്ട് ഒരുപാട് പ്രവാചകന്മാരുടെ ജീവിത ചരിത്രത്തിന്റെ കാതലായ ഭാഗങ്ങൾ അവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത്രയും മഹത്തമാണ് സൂറത്തുൽ മറിയം. മറിയം ബി അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രം നമുക്ക് ഇൻഷാ അല്ലാഹ് മറിയം ബിയുടെ ചരിത്രം ഒരു വീഡിയോ നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. അള്ളാഹു ഒരു ഭാഗ്യം തരട്ടെ. വിവാഹം കഴിഞ്ഞിട്ടില്ല, കന്യകയാണ്. ആ വിവാഹം കഴിയാത്ത ഒരു പെണ്ണ് ഒരു സമൂഹത്തിലേക്ക്, ഒരു കുടുംബത്തിലേക്ക്, ഒരു വീട്ടിലേക്ക് തന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നാൽ നടക്കുന്ന പുകിലുകൾ ഈ കാലത്ത് നമുക്ക് ആലോചിച്ച് നോക്കിയേ. പിന്നെ പറയാനുണ്ടോ? ആ പെണ്ണിന്റെ ജീവിതം പിന്നെ പറയാനുണ്ടോ? ഇത് അള്ളാന്റെ പരീക്ഷണമാണ്, അള്ള തന്ന സമ്മാനമാണെന്ന് കരുതി ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച മഹതിയായ മറിയം ബീബി അലൈഹിസ്സലാം. ആ മറിയം ബീബിയുടെ ചരിത്രം ഇൻഷാ അല്ലാഹ് അള്ളാഹു ആരോഗ്യം ആഫിയത്ത് എന്നാൽ ഒരു വീഡിയോയിലൂടെ നമുക്ക് ആ ചരിത്രം മുഴുവൻ നമുക്ക് പഠിക്കാം. കാരണം ആഴ്ചയിൽ ഒരിക്കൽ മഹാന്മാരുടെ മഹതികളുടെ ചരിത്രമാണ് നമ്മൾ പഠിക്കുക. ഇന്നലെ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ വഫാത്ത് ദിനമായതുകൊണ്ട് ഉസ്മാൻ തങ്ങളുടെ ചരിത്രം നമ്മൾ പറഞ്ഞു അല്ലെ. അള്ളാഹു ഇതുപോലെയുള്ള മഹാന്മാരുടെ പൊരുത്തം അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുമാത്രമല്ല, ഈ സൂറത്ത് നമ്മൾ ഓതിയാൽ ഒരൊറ്റ തവണ ഓതിയാൽ, പതിവാക്കിയാൽ നേട്ടം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഒരു തവണ ഈ സൂറത്തുൽ മറിയം ഓതിയാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ? യഹ്യാ നബി, സക്കരിയ നബി അലൈഹിസ്സലാം, മറിയം ബീബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, യൗക്കൂബ് നബി അലൈഹിസ്സലാം. 10 പ്രവാചകന്മാർക്ക് ഓരോരുത്തർക്കും 10 തവണ സ്വതക്ക കൊടുത്ത കൂലിയാണ്. ഇബ്രാഹിം നബിക്ക് 10 സ്വതക്ക, 10 തവണ സ്വതക്ക കൊടുക്കുന്നു. ഇസ്മായിൽ നബിക്ക് 10 തവണ സ്വതക്ക കൊടുക്കുന്നു. ആലോചിച്ച് നോക്കിയേ. അത് മാത്രമല്ല, ഇവരെ കൊണ്ട് വിശ്വസിച്ചവരുടെ കൂലിയും അള്ളാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഹദീസിലൂടെ മഹാന്മാർ പഠിപ്പിക്കാണ്. ഈ പ്രവാചകന്മാർക്ക് എല്ലാവർക്കും 10 തവണ സ്വതക്ക കൊടുത്തതും ഈ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിച്ച കൂലിയും അള്ളാഹു നമുക്ക് തരും ഒരു തവണ ഓതിയാൽ. ഇനിയോ ഇത് ഒരു വട്ടം ഓതിയാൽ മറ്റൊരു പ്രതിഫലം, ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഖിയാമത്ത് നാൾ വരെ, ജീവൻ ഉണ്ടാകട്ടെ ജീവനില്ലാതിരിക്കട്ടെ അതല്ല പ്രശ്നം, ജനിച്ചു വീഴുന്ന ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആരൊക്കെയുണ്ടോ അവരുടെ കണക്കനുസരിച്ച് അവൻ അള്ളാഹു നന്മ രേഖപ്പെടുത്തുമെന്ന് നബി തങ്ങളുടെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹാരഥന്മാർ പഠിപ്പിക്കാൻ. ഒറ്റ തവണ ഓതിയാൽ. ഇനി ഇത് പതിവാക്കിയാലോ? ഇത് പതിവാക്കിയാൽ മഹാരഥന്മാർ പറയുന്നു, സന്താനങ്ങൾ, സമ്പത്ത്, ആരോഗ്യം, ഇത് മൂന്നിലും അള്ളാഹു അവനെ സമ്പന്നനാക്കിയിട്ടല്ലാതെ അള്ളാഹ് മരിപ്പിക്കൂല. എന്ന് പറഞ്ഞാൽ ആരോഗ്യം ഒരിക്കലും നഷ്ടപ്പെടൂല. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്ന് തുടങ്ങിയ രോഗങ്ങൾ കൊണ്ട് സഞ്ചരിക്കുന്നവർ നമ്മളിലെ സഞ്ചരിക്കുന്ന മെഡിക്കൽ സ്റ്റോറ ഉമ്മമാരെ പഠിച്ചു വെച്ചോ. ഈ സൂറത്ത് പതിവാക്കിയാൽ ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ നിനക്ക് ഉണ്ടാവൂല. ആരും ഇതൊന്നും മരിച്ചു കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് നമ്മളെ കുറിച്ച് പറയൂല. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്യേണ്ട അവസ്ഥ വരൂല. ഇത് ഓതിയാൽ, പതിവാക്കിയാൽ. അതുപോലെ സന്താനം, മക്കളില്ലാത്തവരാണോ ഉമ്മമാരെ നിങ്ങൾ വിഷമിക്കും, ഉസ്താദെ വിവാഹം കഴിഞ്ഞ് ഇത്ര വർഷമായി മക്കളില്ല, നിങ്ങൾ ദ്വാരക്കണം എന്ന് നിങ്ങൾ പരാതി പറയേണ്ട. മഹാനായ അള്ളാന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ ഈ സൂറത്ത് പതിവാക്കിയാൽ മക്കളുണ്ടാകും. ഇബ്രാഹിമിന്റെ ചരിത്രം പറയുന്നുണ്ട്, 98ാമത്തെ വയസ്സിൽ ഇബ്രാഹിം നബിക്ക് മോനുണ്ടായ. സക്കരിയ നബി മക്കളിൽ ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ചതാ. റബ്ബ് പറഞ്ഞു, നീയല്ല ഉറപ്പിക്കണ്ട, ഞാനാ ഉറപ്പിക്കല്ല. തഖ്നതു മിർ റഹ്മത്തില്ല, ഞാൻ തരാം. ആർക്ക്? സക്കരിയ നബിക്ക് യഹ്യ എന്ന പേരുള്ള മകനെ അള്ളാഹു കൊടുത്തു. അതുപോലെ മറിയം ബീവി റളിയല്ലാഹു അൻഹ വിവാഹം കഴിഞ്ഞിട്ടില്ല, കന്യകയാണ്, ഒരു കുഞ്ഞിനെ കൊടുത്തു. അപ്പൊ മക്കളില്ലാത്തവർ ഈ സൂറത്ത് പതിവാക്കിയാൽ അള്ളാഹു മക്കളെ കൊണ്ട് സമ്പന്നമാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, നമുക്കൊരു അത്യാവശ്യം വന്ന പൈസ നമുക്കില്ല, സാമ്പത്തിക ശേഷിയില്ല, എന്താ മോഷ്ടിക്കാൻ പോകാൻ പറ്റുമോ? പറ്റൂല. കൊള്ളയടിക്കണോ? വേണ്ട. എന്ന ഖുർആനിനെ സമ്പന്നനാക്കും. ഒരു ലോട്ടറി നീ എടുക്കണ്ട, പിന്നെയോ ഒരു ഹറാമായ വഴികൾ നീ തേടണ്ട, ഒരു പലിശക്ക് നീ പോകണ്ട. സൂറത്തുൽ മറിയം 98 ആയത്തല്ലേ ഉള്ളൂ. പതിവാക്കിക്കോ, സമ്പത്ത് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ പതിവാക്കിയാൽ ഈസാ നബിയുടെ സമുദായത്തിനോടൊപ്പം നിനക്ക് സ്വർഗ്ഗത്തിൽ പോകാം. നബി തങ്ങളുടെ ഉമ്മത്താണ് നമ്മൾ. എന്നാലും മറിയം ബീബിയുടെ ഈ ചരിത്രം പറയുന്ന, ഈസാ നബിയുടെ ചരിത്രം പറയുന്ന ഈ സൂറത്ത് പതിവാക്കിയാൽ നബി തങ്ങളുടെ കൂടെയും അതുപോലെ ഈസാ നബിയുടെ കൂടെയും നിനക്ക് സ്വർഗ്ഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അതുപോലെ ദുനിയാവിലെ മുഴുവൻ അധികാരങ്ങളും കൊടുത്ത പ്രവാചകനാണ് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലെ, ജിന്നിന്റെയും ഇൻസിന്റെയും മുഴുവൻ അധികാരം ആർക്ക് കൊടുത്തു?
സുലൈമാൻ നബിക്ക് കൊടുത്തിട്ടുണ്ടില്ലേ? ജിന്നും മിൻസും അടക്കിയൊതുക്കി സുലൈമാൻ നബിയുള്ള ജഗദലപതികൾക്ക് അധിപതിയായി വാഴുമ്പോൾ ഗദ്ഗദ് സ്വരമിൽ ഹുദ്ഹുദ് ഒരു കഥയോതി തിരുസവിധത്തിൽ അധിപതിയർക്കഥ മർക്കഥ കേട്ട ജബായല്ലോ. സുലൈമാൻ ചരിത്രം. ഈ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹ് അധികാരം കൊടുത്തതുപോലെ മഹ്ശറയിൽ ഇത് പതിവാക്കുന്നവർക്ക് അധികാരം കൊടുക്കും. അനങ്ങാൻ പോലും കഴിയാതെ ചില ആളുകൾ നിൽക്കും. എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന അവസരത്തിൽ ഓടിച്ചാടി നടന്ന് എവിടെ പോകാനും എവിടെ കയറാനും അള്ളാഹ് അധികാരം കൊടുക്കും ഈ സൂറത്തുൽ മറിയം പതിവാക്കിയാൽ. അതുപോലെ ഇത് ഗർഭിണികൾ പതിവാക്കിയാൽ, ഗർഭമുണ്ടെന്നറിഞ്ഞു, പലരും ഗർഭവതികളാണ്, അള്ളാഹ് സുഖപ്രസവം കൊടുക്കട്ടെ. ഉമ്മമാരെ പെങ്ങന്മാരെ പഠിച്ചോളി. ഗർഭം ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ അന്ന് മുതൽ നിങ്ങൾ ഈ സൂറത്ത് പതിവാക്കിക്കോളി. അങ്ങനെ പതിവാക്കിയാൽ സുഖപ്രസവമല്ലാത്തതൊന്നും നിങ്ങൾക്ക് വരൂല. സുഖപ്രസവമായിരിക്കും. കുഞ്ഞിനും ഉമ്മക്കും ആഫിയത്തും ആരോഗ്യം അള്ളാഹ് കൊടുക്കുമെന്ന് മഹാരഥന്മാർ. അത്രമാത്രം മഹത്തമാണ് ഈ സൂറത്തുൽ മറിയം. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ ചേർത്തു പിടിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ മറിയം. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവെന്നാണ് നമ്മുടെ ആശയം, നീട്ടിപ്പരത്തി പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. മറ്റൊരവസരത്തിൽ മറിയം ബീവിയുടെ ചരിത്രം നമുക്ക് പറയാനുണ്ട്. അതുപോലെ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരുമെന്ന ആത്മീയ മജ്ലിസ്, ആ മജ്ലിസിലൂടെ ഈ പറഞ്ഞ പ്രവാചകന്മാരുടെ മിക്കരുടെ ചരിത്രം പാടി പറയുന്നുണ്ട്. ആ മജ്ലിസ് നിങ്ങൾ കേൾക്കണം, ആ മജ്ലിസിൽ പങ്കെടുക്കണം. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ബദറിൻ തീരമെന്നാണ് ആ മജ്ലിസിന്റെ പേര്. ബദറിൻ തീര യൂട്യൂബ് ചാനലാണ് നടക്കുക. രണ്ടും നമ്മുടെ സംരംഭമാണ്. ആ ചാനലും വോയിസ് ഓഫ് ഷഫീഖ് ബദർ എന്ന ഈ ചാനലും രണ്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരെ എത്തിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പുതിയൊരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. പലരും കമന്റ് ബോക്സിൽ ദുആ ചെയ്തുകൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കമന്റുകൾ കാണുന്നുണ്ട്, പറ്റുന്നതൊക്കെ മറുപടി തരുന്നുമുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഖൈറും ബറക്കത്തും അത് പ്രദാനിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. ദുആ ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.